എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം. മലയാളത്തിലെ മനോഹരമായ ഒരു പദമാണ് അയനം. അയനമെന്നാൽ മോക്ഷമെന്നും യാത്രയെന്നുമൊക്കെയാണ് അർത്ഥം. മോക്ഷത്തിലേക്ക് യാത്ര ചെയ്യുക, ഒരാൾ സ്വീകരിക്കേണ്ട വിശുദ്ധീകരണത്തിൻ്റെ നാൾവഴികളിലേക്ക് പ്രയാണം ചെയ്യുക, അതാണ് അയനം. ഇന്ന് ബുക്ക് ഷെൽഫിലൂടെ നാം പരിചയപ്പെടാൻ പോകുന്നത് അയനമെന്ന പുസ്തകമാണ്. ജോയി ചെഞ്ചേരിയിലച്ചൻ എഴുതിയിരിക്കുന്ന അയനമെന്ന ഈ പുസ്തകം നോമ്പിൻ്റെ ദിനരാത്രങ്ങളിലൂടെ നമ്മെ കൊണ്ടുപോവുകയാണ്. നോമ്പിൻ്റെ ഈ ദിനങ്ങളിലൂടെ എപ്രകാരം ധ്യാനിച്ചും പ്രാർത്ഥിച്ചും നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന് അയനത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാം. അല്ലെങ്കിൽ അയനത്തിലെ അക്ഷരങ്ങളെല്ലാം ഈ നോമ്പ് വിചാരങ്ങളാണ്. നോമ്പ് ദിനരാത്രങ്ങളിലൂടെ ഒരു യാത്ര. ജീവൻ ബുക്സാണ് ഈ പുസ്തകം നമുക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. പുസ്തകത്തിൻ്റെ ആരംഭം ഇങ്ങനെയാണ്. നോമ്പ് വിചാരത്തിലേക്ക് നമ്മെ ഒരു പടി ചുവട് വെച്ച് നടത്താൻ, അല്ലെങ്കിൽ ഏറ്റവും ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ ഈ നോമ്പിലേക്ക് പ്രവേശിക്കാൻ നമ്മെ ഒരുക്കുന്ന വിചാരങ്ങളാണ്. ഹൃദയത്തിലേക്ക് അവൻ നടന്നു കയറിയ നാട്ടുവഴികളിലൂടെ, അവൻ പകർന്ന ആന്തരിക പ്രസാദത്തിൻ്റെ അപാരതകളിലൂടെയുള്ള ഒരു യാത്രയാണിത്. ചങ്കിനെ ചക്രവാളത്തോളം എത്തിക്കുന്ന ദൈവവചനമാണ് ഈ യാത്രയുടെ പാഥേയം. ആത്മശരീരങ്ങളുടെ ഭിഷഗ്വരനാണ് ഈ യാനത്തിലെ സഹയാത്രികൻ. മണ്ണിൻ്റെ ആർദ്രമായ ആഴങ്ങളിൽ നിന്നും വിണ്ണിൻ്റെ ദീപ്തമായ ഉയരങ്ങളിലേക്കാണ് ഈ യാത്രയുടെ ദൂരം. അയൽക്കാരനാകാനും അപ്പമാകാനും ജീവിതം മുഴുവൻ യാത്ര ചെയ്തവൻ്റെ പാദപത്മങ്ങളാണ് ഈ യാത്രയിലെ വഴിവിളക്ക്. ദൈവമായിരുന്നിട്ടും മനുഷ്യനാകാൻ അവൻ നടത്തിയ യാത്രയുണ്ട്. മനുഷ്യനായവൻ 40 ദിനരാത്രങ്ങളിലൂടെ നോമ്പനുഭവത്തിലൂടെ തപം ചെയ്ത് തെളിച്ചു തന്ന നടപ്പാതയിലാണ് ഈ വിചാരങ്ങൾ ഉടലെടുക്കുന്നത്. ആയിരിക്കാനുള്ള ആത്മധൈര്യത്തിലേക്ക് ക്രിസ്തു തെളിച്ചു നടന്ന നടവരമ്പിലൂടെയുള്ള അയനം. അതാണ് ഈ പുസ്തകത്തിലൂടെ നാം കാണാൻ പോകുന്നത്. ഉപവാസത്തെക്കുറിച്ചും കുരിശിനെക്കുറിച്ചും നോമ്പിൽ നാം സ്വീകരിക്കേണ്ട ഹൃദയ വിചാരങ്ങളെക്കുറിച്ചും ഒടുവിൽ ഉത്ഥാന രഹസ്യത്തിൻ്റെ മഹനീയതയിലേക്ക് എപ്രകാരം നമുക്ക് ചുവട് ഉറപ്പിച്ച് യാത്ര ചെയ്യാമെന്നും ഈ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 40 അധ്യായങ്ങളുണ്ട് അയനത്തിന്. തുടങ്ങുന്നത് മൺവിചാരം എന്ന അധ്യായത്തിലാണ്. പിന്നീട് ഉപവാസത്തെക്കുറിച്ചും വിഭൂതിയെക്കുറിച്ചുമൊക്കെ നാം ഈ പുസ്തകത്തിലൂടെ ചിന്തിക്കും. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഇന്നു ഞാൻ നാളെ നീ എന്നുള്ള ഒരു കവിതയുണ്ട്. ആ കവിത ചെഞ്ചേരിയച്ചൻ ഇവിടെ പ്രതിപാദിക്കുന്നുമുണ്ട്. പാപം പാരിന് വിണ്ണേറുവാൻ പാത കാണിക്കും കുരിശേ ജയിക്കുക. പാപം പാരിന് വിണ്ണേറുവാൻ പാത കാണിക്കും കുരിശേ ജയിക്കുക. മനുഷ്യായുസ്സിൻ്റെ പാപവീഥികളിൽ പാത കാണിക്കാൻ കുരിശിനാകുമെന്ന വെളിപാടാണിത്. കുരിശിന് മാത്രമാണ്, അല്ലെങ്കിൽ കുരിശിനോട് ചേർന്ന് നടക്കുമ്പോൾ മാത്രമാണ് ജീവിത വിജയത്തിൻ്റെ, അല്ലെങ്കിൽ നാം മുമ്പേ പറഞ്ഞതുപോലെ അയനം അല്ലെങ്കിൽ മോക്ഷത്തിൻ്റെ ജീവിതത്തിലേക്ക്, ആ ഒരു അർത്ഥതലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിക്കുന്നത്. കാണാതെ പോയത് കണ്ടെത്താനുള്ള ഒരു ത്വര, കിട്ടിയതിന് നന്ദി പറയാനുള്ള ഒരു മനസ്സ്, ഉള്ളത് പങ്കുവയ്ക്കാനുള്ള വിശാലത, 4 ഇരട്ടി തിരികെ നൽകാനൊരു ദൃഢനിശ്ചയം, എനിക്ക് തെറ്റുപറ്റിയെന്ന് ഏറ്റുപറയാൻ ഒരു വിനയഭാവം, വിളകൾക്കൊപ്പം കളകളും കൊയ്ത്തുവരെ കാക്കാനുള്ള ഉദാരത, പൊട്ടിത്തെറിക്കാവുന്ന പല അവസരങ്ങളിലും ഒന്നും മിണ്ടാതെ ഒരു ചെറുപുഞ്ചിരിയോടെ നടത്തുന്ന മൗന തർപ്പണം, അതിലാവട്ടെ ഈ നോമ്പിൻ്റെ സോപാനം. നോമ്പിൻ്റെ വിചാരങ്ങൾ ആരംഭിക്കുന്നത് ഈ വരികളോടുകൂടിയാണ്. കാണാതെ പോയത് കണ്ടെത്താനുള്ള ഒരു ത്വര, കിട്ടിയതിന് നന്ദി പറയാനുള്ള ഒരു മനസ്സ്. ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ടത് ഈ മനസ്സാണ് എന്നാണ് എഴുത്തുകാരൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പാപം പാരിനു വിണ്ണേറുവാൻ പാത കാണിക്കും കുരിശേ ജയിക്കുക. അപ്പോൾ
കുരിശിൻ്റെ വഴിയിലൂടെ ഉള്ള ഒരു യാത്രയാണിത്. കുരിശിൻ്റെ വഴിയിലൂടെ മാത്രം സഞ്ചരിച്ചാൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു രഹസ്യമാണ് ഈ നോമ്പ് വിചാരങ്ങൾ. അല്ലെങ്കിൽ ഉത്തിതനായ ക്രിസ്തുവിനെ കണ്ടെത്തണമെങ്കിൽ കുരിശിൻ്റെ വഴിയിലൂടെ തന്നെ നാം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് വരുന്നത് ഉപവാസത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയുണ്ട്. ഉപവാസം എന്നാൽ അരികിലായിരിക്കുക എന്നാണ് അർത്ഥം. ആരുടെയൊക്കെയോ അരികിലായിരിക്കേണ്ട സമയം, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രകൃതിയുടെയുമൊക്കെ ചാരയിരിക്കാനുള്ള ഒരു വിളിയാണിത്. അപ്പോൾ ദൈവത്തിൻ്റെ മാത്രമല്ല, സഹോദരൻ്റെയും പ്രകൃതിയുടെയും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരുടെയും ഒപ്പമിരിക്കാനുള്ള ഒരു വിളി. ഒരു മാത്ര നനയ്ക്കാത്തവരായി നമ്മളിൽ ആരാണുള്ളത്? നമ്മുടെ ദൈവത്തിനു വേണ്ടിയും സഹോദരന് വേണ്ടിയുമൊക്കെ. ഇതുതന്നെ ആയിരിക്കില്ലേ മറ്റൊരാളുടെയും ആഗ്രഹം? അകലങ്ങൾ ആകാശം പോലെ പരന്നുപോയൊരു കാലഘട്ടമാണിത്. ഒരേ ഫ്ലാറ്റിൽ വെറും ഒരു ഭിത്തിയുടെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന നാം എത്ര വിദൂരത്താണെന്ന് ഓർമ്മിപ്പിക്കുക. അകലങ്ങൾ അടുപ്പിക്കാനും അകന്നത് അടുപ്പിക്കാനുമുള്ള ഒരു നിയോഗമാണ് ഓരോ ഉപവാസത്തിൻ്റെയും. ക്രിസ്തു ചെയ്യുന്നതും അതുതന്നെയാണ്. അവൻ്റെ ഉപവാസ ദിനങ്ങളും അവൻ കടന്നുപോയ ദിനരാത്രങ്ങളുമൊക്കെ ഇപ്രകാരം ദൈവത്തോടു കൂടെയായിരിക്കാനും സഹോദരങ്ങളെ തൻ്റെ ജീവിതത്തിലേക്ക് ചേർത്തു പിടിക്കാനും അവൻ നടത്തിയ ഒരു പ്രയാണം തന്നെയാണ്. അതുകൊണ്ട് എഴുത്തുകാരൻ ഇങ്ങനെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ മോശയായ ക്രിസ്തു പുതിയ നിയമത്തിൻ്റെ അനുഗ്രഹീത പുറപ്പാടുകളിൽ മലമുകളിൻ്റെ മനനവും മനഃശാന്തിയും തേടുന്നുണ്ട്. പിതാവിനോട് കൂടെ ഇരിക്കുവാൻ തിരക്കുകളിൽ നിന്ന് പിൻവാങ്ങി അവൻ ആർജിച്ച ഉപവാസത്തിൻ്റെ കൂടെയിരിപ്പിൻ്റെ തേജസ്സിലാണ് താഴ്വാരങ്ങളുടെ പൈശാചിക ശക്തികളെയൊക്കെ ചെറുത്തു തോൽപ്പിക്കാൻ അവനായത്. കനലുകാളുന്ന ജീവിതങ്ങളിൽ കരുണയുടെയും സൗഖ്യത്തിൻ്റെയും വെൺമഞ്ഞു പെയ്യിക്കാൻ അവനായതും ഈ പിതൃസാന്നിധ്യത്തിൻ്റെ സാമീപ്യ ലഹരിയിൽ നിന്നതുകൊണ്ട് മാത്രമാണ്. ഉപരിപ്രയാണത്തിൻ്റെ താബോറും ഒലിവും കാൽവരിയുമെല്ലാം കാലിടറാതെ താണ്ടാൻ അവന് കരുത്തു പകരുന്നതും ഈ ഉപവാസമായിരുന്നു. എഴുത്തുകാരൻ പറയുകയാണ്, അരികിലിരിക്കുക, അതാണ് ഈ ഉപവാസം. ആരുടെയൊക്കെ? ദൈവത്തിൻ്റെ അരികിൽ, സഹോദരങ്ങളുടെ അരികിൽ, പ്രകൃതിയോടൊപ്പം. അവിടെയാണ് നമ്മുടെ നോമ്പ് ആരംഭിക്കുന്നത്. ചില നിശബ്ദ ധ്യാനങ്ങളിലേക്ക്, ചില പ്രാർത്ഥനകളിലേക്ക്, ദൈവവിചാരങ്ങളിലേക്കൊക്കെ നമ്മുടെ തിരക്കുകൾ മാറി സഞ്ചരിക്കേണ്ട കാലഘട്ടമാണ്. അതുകൊണ്ടാണ് എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിച്ചത്, ഒരു ഭിത്തിയുടെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന നാം എത്ര വിദൂരത്താണെന്ന് ഓർമ്മിക്കുക. ഒത്തിരി അകലങ്ങളിലാണ് നമ്മുടെ ഹൃദയങ്ങൾ. അതുകൊണ്ട് ആദ്യം ദൈവത്തോടൊപ്പമായിരിക്കാം. എങ്ങോ മറഞ്ഞുപോയ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോയ നാം മാറി നടന്ന വഴികളുണ്ട്. ക്രിസ്തുവിൽ നിന്നും ക്രിസ്തീയ വിചാരങ്ങളിൽ നിന്നും ആ വിചാരങ്ങളിലേക്ക്, ആ സാന്നിധ്യത്തിലേക്ക് അടുത്തു നിൽക്കാനുള്ള ഒരു വിളിയാണ് ഈ നോയമ്പ്. മറ്റൊരധ്യായത്തിൻ്റെ പേര് വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുക. നോമ്പുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോഴെല്ലാം ആഹാരത്തിന് അല്ലെങ്കിൽ ഭക്ഷണത്തിന് നോമ്പുമായുള്ള മനോഹരമായൊരു ബന്ധമുണ്ട്. ആത്മം നുറുങ്ങാത്തതൊന്നും അപ്പമാകുന്നില്ല. ഒരപ്പത്തിൻ്റെ ആത്മാവിൽ ഒരുപാട് ധാന്യങ്ങളുടെ രക്തസാക്ഷിത്വമുണ്ട്. പൽച്ചക്രങ്ങളിൽ പൊടിഞ്ഞമർന്ന് തീക്കനലിൽ നൊന്തുവെന്ത വെണ്മയുടെ പേരാണ് അപ്പം. അപ്പത്തിൻ്റെ നാട്ടിൽ ജനിച്ച് അപ്പത്തിൻ്റെ മേശകളിൽ ആതിഥ്യം സ്വീകരിച്ച് അത്താഴമേശയിൽ ആത്മം സമർപ്പിച്ചവൻ ഒരപ്പത്തുണ്ടുയർത്തി ഇതെൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു സ്ലീവാപാതയും ഒടുവിലൊരു കുരിശുമരണവും മൗനബലിയുമുണ്ടായിരുന്നു. അപ്പം പങ്കിടുക എന്നാൽ ആത്മം പങ്കിടുക എന്നതാണ് അർത്ഥം. അതുകൊണ്ടാണ് ക്രിസ്തു ഒടുവിലത്തെ അത്താഴത്തിന് പറയുക, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. അവൻ ഉയർത്തിയ അപ്പം അവൻ്റെ ആത്മമാണ് എന്ന് തിരിച്ചറിയാൻ പിന്നീട് അവർക്ക് സാധിക്കുകയാണ്. ആ തിരിച്ചറിവിലാണ് അവരുടെ ജീവിതങ്ങൾ സാക്ഷ്യത്തിൻ്റെ ജീവിതങ്ങളായി മാറുന്നത്. ചാണകം മണക്കുന്ന കാലിക്കൂടിനും അവഹേളന അടയാളമായിരുന്ന കഴുമരത്തിനുമൊക്കെ വിശപ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞവനാണ് ക്രിസ്തു. ഏതു പാതിരാവിനും ഒരു പനിമതിക്കു വേണ്ടിയുള്ള വിശപ്പുണ്ട്. മണ്ണിനു വിണ്ണിനു വേണ്ടിയുള്ള വിശപ്പും ആട്ടിടയർക്കും അജഗണത്തിനും അത്തിമരത്തിനും സിക്കമുറിനും
കുഷ്ഠരോഗിക്കും ദുഷ്ടാത്മ പീഡിതർക്കും, പ്രത്തോറിയത്തിനും പീലാത്തോസിൻ്റെ നീതിപീഠത്തിനും, കളകൾക്കും വിളകൾക്കും, പുല്ലിനും പറവയ്ക്കും, കല്ലെറിയപ്പെടുന്നവർക്കും കല്ലറയിൽ അടയ്ക്കപ്പെട്ടവർക്കും, കാണാൻ കൊതിച്ചവനും കഴലിണ കഴുകുന്നവർക്കും, വിധവയ്ക്കും വേറോനിക്കയ്ക്കും, കാണാതായ നാണയത്തിനും കൂട്ടം തെറ്റിയ കുഞ്ഞാടിനുമൊക്കെ വിശപ്പുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. കാരണം ഇവരെല്ലാം അവൻ്റെ സാമീപ്യത്തിലൂടെ, അവൻ്റെ സാന്നിധ്യത്തിൽ പങ്കുകാരായവരാണ്. ഇരമ്പുന്ന കടലിനും ഇരുളുമൂടിയ ഗത്സമനികൾക്കും ഒറ്റുകൊടുത്തവനും തള്ളിപ്പറഞ്ഞവനും കള്ളനുമെല്ലാം വിശപ്പുണ്ടെന്ന് അവൻ അറിയുകയാണ്. അപ്പം കൊണ്ടെല്ലാം അടയാളപ്പെടുത്തിയിട്ട് അവൻ അനശ്വരനായി. ഭക്ഷിച്ചു തൃപ്തരായ ഒരു ജനതയുടെ പ്രണവഗീതം ഇങ്ങനെയായിരുന്നു. അത് ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 53 വചനമാണ്. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് അവൻ സംതൃപ്തരാക്കി. ഏകാന്തതയുടെയും ഒറ്റപ്പെടലിൻ്റെയും ഒക്കെ വിശപ്പുകളിലും ഉഷ്ണങ്ങളെണ്ണുന്ന തൃഷ്ണയിലും ഒരു സ്വർഗത്തിലും ഒതുങ്ങുന്നവൻ ഏത് ഹൃദയത്തിലും ഒതുങ്ങുന്നവനായി വിരുന്നുമേശകളുടെ സഹചാരിയായി അവൻ മാറുകയാണ്. ആധുനിക ലോകത്തിൻ്റെ വിശപ്പ് സ്നേഹത്തിൻ്റെയും പരിഗണനയ്ക്കും വേണ്ടിയുള്ളതാണെന്ന് അഗതികളുടെ അമ്മ മദർ തെരേസ കുറിച്ചു. എന്തും വിഴുങ്ങാൻ പോന്ന വിശപ്പുമായി വാപിളർന്നു നിൽക്കുന്ന വിശപ്പുകളാണ് ഇന്നെവിടെയും. അതിലിങ്ങനെ ജലമുറിഞ്ഞ ശിലയായും ഇലകൊഴിഞ്ഞ മരമായും നിൽക്കാതെ. വിശപ്പിനെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ഒരു ചിന്തയാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കുക. അപ്പം കൊണ്ട് അടയാളപ്പെടുത്തുകയാണ് ജീവിതം മുഴുവൻ. അവൻ്റെ അത്ഭുതങ്ങളും പ്രബോധനങ്ങളുമെല്ലാം ഭക്ഷണമേശയിൽ നിന്ന്, അല്ലെങ്കിൽ അപ്പത്തെക്കുറിച്ചുള്ള വിചാരങ്ങളിലൂടെയാണ് അതെല്ലാം സംഭവിക്കുന്നത്. ഒടുവിൽ സംഭവിക്കുന്ന അത്ഭുതം ഈശോയുടെ അത്താഴമേശ, അവസാനത്തെ അത്താഴം. ശരീരവും രക്തവും ഉയർത്തി ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് അവൻ പറയുന്നുണ്ട്. അപ്പം കൊണ്ട് ജീവിതത്തെ മുഴുവൻ അടയാളപ്പെടുത്താൻ ക്രിസ്തുവിന് സാധിക്കുന്നുണ്ട്. ആ ബോധ്യത്തിലേക്കാണ് ഈ നോമ്പ് നമ്മെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആധുനിക ലോകത്തിൻ്റെ വിശപ്പ് സ്നേഹത്തിൻ്റെയും പരിഗണനയ്ക്കും വേണ്ടിയുള്ളതാണെന്ന് അഗതികളുടെ അമ്മ മദർ തെരേസ കുറിച്ചിടുന്നത്. അടിവരയിട്ട് വായിക്കേണ്ട വരികളാണിത്. സ്നേഹത്തിൻ്റെയും പരിഗണനയ്ക്കും വേണ്ടിയുള്ള വിശപ്പാണ് ഇന്നത്തെ ലോകത്തിൻ്റെ വിശപ്പ്. ഓരോ ദിവസവും നിരനിരയായി വന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് പല വാതിലുകളിലൂടെ ദേവാലയത്തിന് പുറത്തേക്ക് നാം പോകും. ചോദ്യം ഇതാണ്: എനിക്കും നിനക്കും അപ്പമാകാൻ സാധിക്കുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ മറ്റൊരു മുഖമായി മാറാൻ എനിക്കും നിനക്കും സാധിക്കുന്നുണ്ടോ? അവിടെയാണ് സ്നേഹത്തിൻ്റെയും പരിഗണനയുടെയും ഒക്കെ ബോധ്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതം വഴിമാറുക. അപ്പോഴാണ് സ്നേഹത്തിൻ്റെയും പരിഗണനയുടെയും ഒക്കെ നല്ല മുഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പിറവിയെടുക്കുക. വിണ്ണിറങ്ങിയ വാക്കാണ് ക്രിസ്തു. വചനം മാംസമായവൻ. അവൻ്റെ ഓരോ വാക്കും മണ്ണിനെ ചുംബിച്ച് ഉണർത്തുന്നതായിരുന്നു. അവൻ്റെ വാക്കിൽ വിരിഞ്ഞതാണ് ഈ വിശ്വം മുഴുവനും. വാഴ്വിൻ്റെ തുടിപ്പും തിമിർപ്പും അവൻ്റെ വാക്കുകളത്രേ. പ്രവാചകനിലൂടെ അവിടുന്ന് പറയുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ടും മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു, അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. മഴയായി പെയ്ത് വെയിലായി തെളിഞ്ഞ് വിളവായി മാറുന്ന അവൻ്റെ വചസ്സുകൾ അനാഥ വീജിയുടെ മാനസ ഗീതമാണ്. വിണ്ണിന് മണ്ണിറങ്ങാനും മണ്ണിന് വിണ്ണേറാനുമുള്ള അനന്ത സാധ്യതകളുണ്ട് ഈ വചസ്സുകളിലില്ല. നിൻ്റെ വാക്കുകൾ എൻ്റെ പാതയുടെ പൊൻതിരിനാളവും ചിന്തയുടെ അൻപും നാവിലെ വയമ്പുമാണെന്ന് സങ്കീർത്തകൻ പാടുന്നത് അതുകൊണ്ടല്ലേ. അവൻ്റെ വാക്കിനെ ധ്യാനിക്കുമ്പോൾ വാക്കുകൾക്ക് വസന്തം വിരിയിക്കാനാവുമെന്ന് നാം തിരിച്ചറിയും. നഗ്നനായ ക്രിസ്തുവിനെ നിങ്ങൾ ഉടുപ്പിക്കുക, അത് നിങ്ങളുടെ വാക്കുകൾ കൊണ്ടും മറ്റുള്ളവരുടെ സൽപ്പേരും സംരക്ഷിച്ചുകൊണ്ടുമായിരിക്കട്ടെ എന്നാണ് മദർ തെരേസ പറയുക. പക്ഷേ വാക്കിൻ്റെ വസ്ത്രം വിരിച്ച് മറ്റുള്ളവരുടെ കുറവുകൾ മൂടാമായിരുന്ന എത്രയെത്ര
സദവസരങ്ങൾ നാം നഷ്ടപ്പെടുത്തുന്നു. നമ്മുടെ വാക്കുകൾ കൊണ്ട് മുറിവേറ്റവർ എത്രയെത്ര, നമ്മുടെ വാക്കുകളാൽ സൃഷ്ടിക്കപ്പെട്ട വടുക്കൾ എത്ര. വാക്കുകൾ കൊണ്ട് വളർത്താമായിരുന്നിട്ടും തളർത്തി ചിറകരിഞ്ഞ എത്രയെത്ര ജീവിതങ്ങളുണ്ട്. പരിഗണനയുടെയും പ്രോത്സാഹനത്തിൻ്റെയും നല്ല വാക്കുകൾക്ക് പകരം അവഗണനയുടെയും അടിച്ചമർത്തലിൻ്റെയും പാഴ്വാക്കുകളിൽ, നിസ്സംഗതയുടെ നിശബ്ദതയിൽ മുരടിപ്പിച്ച എത്രയെത്ര ജീവിതങ്ങളുണ്ട്. ഈ വിചാരങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിന് സംഭവിക്കേണ്ട ഒരു ആന്തരികമായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. വചനത്തിൻ്റെ പിൻബലത്തിലൂടെ ഓരോ വരികളും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എപ്രകാരം ഈ നോമ്പിൻ്റെ ദിനരാത്രങ്ങളിൽ നമുക്ക് മാറ്റം കൊണ്ടുവരാം. മാനസാന്തരത്തിൻ്റെ പുതിയ പാത എപ്രകാരം നമുക്ക് തുറന്നെടുക്കാൻ സാധിക്കും. നല്ലൊരു വാക്കിന് നക്ഷത്രത്തിൻ്റെ തിളക്കമുണ്ട്. നല്ല വാക്കുകളിൽ എത്രയോ തവണ നാം വിണ്ണേറിയിരിക്കുന്നു. ഈ നല്ല വാക്കുകൾ കൊണ്ട് ആരെയെങ്കിലുമൊക്കെ വിണ്ണേറ്റിയില്ലെങ്കിൽ വാഴ്വിലി യാത്ര വ്യർത്ഥമല്ലേ? ക്രിസ്തുവിൻ്റെ വാക്കുകൾക്കെല്ലാം ചേർത്ത് വിളിക്കുന്ന പേരാണല്ലോ സുവിശേഷം. സുവിശേഷമാകാനും സുവിശേഷമേകാനുമാണ് നമ്മെയും വിളിക്കുന്നതെന്ന് നാം മറക്കരുത്. അപ്പോൾ ഈ നോമ്പിൻ്റെ മറ്റൊരു പാഠം അതാണ്. സുവിശേഷമാകാനുള്ള വിളി അത് നല്ല വാക്കുകൾ കൊണ്ട് വിണ്ണേറുമ്പോഴാണ്, നല്ല വാക്കുകൾ കൊണ്ട് അപരനെ ദീപ്തമാക്കുമ്പോഴാണ്, പ്രകാശിപ്പിക്കുമ്പോഴാണ്. അപ്രകാരമുള്ള ഒരു സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അടുത്ത അധ്യായം ഇഷ്ടം എന്ന പേരിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാം വചനം. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. ഹൃദയം പിഴിഞ്ഞു വീഞ്ഞും മാംസം അറുത്ത് അപ്പവും അവൻ ആർക്കു നൽകിയോ അവരുടെ രക്തചുംബനങ്ങളുടെയും തിരസ്കരണത്തിൻ്റെയും മുന്നിലിരുന്നവൻ നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കാലിത്തൊഴുത്തോളം ചെറുതായപ്പോഴും കാൽവരിയോളം വലിച്ചിഴക്കപ്പെട്ടപ്പോഴും സൃഷ്ടലോകത്തിൻ്റെ തൃഷ്ണകളിൽ സൃഷ്ടാവ് തൃണതുല്യനാക്കപ്പെട്ടപ്പോഴും മട്ടുവരെ കുടിച്ചു തീർക്കേണ്ട കഷ്ടപ്പാടിൻ്റെ കയങ്ങൾ കുടിച്ച് വറ്റിക്കുമ്പോഴും അവൻ്റെ പ്രാർത്ഥന അതുതന്നെയായിരുന്നു, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. നമ്മുടെ ജീവിതത്തിലും നാം നിരന്തരം പറയേണ്ട ഒരു വചനമാണിത്. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. ജീവിതത്തിന് ഒരു നിയോഗമുണ്ട്, അത് പൂർത്തിയാക്കുക. അത് യേശുവിൻ്റെ ഇഷ്ടത്തിന്, ക്രിസ്തുവിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ള ഒരു വിളിയായി നാം മാറ്റുമ്പോൾ മാത്രമാണ് ജീവിതം കൂടുതൽ ധന്യമാകുന്നത്, ദൈവത്തോട് ചേർന്ന് പോകുന്നത്. ചെഞ്ചേരിയച്ചൻ പെസഹ വിചാരങ്ങളെ എഴുതിയിരിക്കുന്നത് ഓർമ്മ എന്ന പേരിലാണ്. ലൂക്കാ സുവിശേഷം 22:19. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഓർമ്മകളൊന്നും കല്ലിൽ കൊത്താനുള്ളതല്ല, അത് ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെടേണ്ടതാണ്. ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ, അവൻ പറഞ്ഞു. ചെയ്യുന്നതെല്ലാം ഓർമ്മിക്കപ്പെടത്തക്ക വിധം ചെയ്യണമെന്നൊരു പുനർവായനയും ഇതിലുണ്ട്. ഓർമ്മിക്കത്തക്ക വിധം ചെയ്തതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്കിപ്പുറത്തും അവന് ചുറ്റും ഓർമ്മകൾ ഉത്സവമാടുന്നത്. ഉള്ളിലെ ആഴങ്ങൾ അഗ്നിയായി പകർന്നിട്ടാണ് ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ അവൻ പറഞ്ഞത്. ഓർമ്മയ്ക്കായി അവൻ പാടിയ സ്നേഹഗീതമാണത്. അപ്പത്തിന് മുന്നിലിരുന്നാണ് അവൻ ഓർമ്മയായതും ഓർമ്മയാകാൻ പഠിപ്പിച്ചതും. ഓർത്തു നോക്കിയാൽ ഓർമ്മകൾക്കെല്ലാം ഒരപ്പത്തിൻ്റെ രൂപവും രുചിയുമുണ്ട്. എല്ലാ ഓർമ്മകൾക്കും നടുവിൽ ഒരപ്പമുണ്ട്. ഓർമ്മകൾ തൊട്ടുണർത്തുന്ന പെസഹ ഇസ്രായേൽ ജനതയുടെ ജീവസ്പന്ദനമായി. കയ്പും കവർപ്പും നുകർന്ന് പാലും തേനും ഒഴുകുന്നിടത്തേക്കുള്ള ജീവിതയാനത്തിൻ്റെ മരിക്കാത്ത സ്മൃതിതലങ്ങളുണ്ട്. മേഘസ്തംഭമായും പ്രകാശഗോളമായും തണുവും തണലുമേകി വഴി നടത്തിയ ദൈവസാന്നിധ്യ സ്മരണകൾ ഓർമ്മകളിലുണ്ട്. ഓരോ നിമിഷവും ഓരോ പെസഹായല്ലേ നമുക്ക് കടന്നു പോകൽ. ഓർമ്മ വേണ്ടേ പലതും? മുന്നിലിരിക്കുന്ന ഒരപ്പത്തരിയിൽ അരിമണിയിൽ ഇണകോർത്തു നിൽക്കുന്ന ഓർമ്മകളൊന്നടർത്തിയാൽ അരി ചോറാക്കിയ അമ്മ, അതിന് വിറകുമായെത്തിയ അച്ഛൻ, അത് മെതിച്ചവർ, കൊയ്തവർ, കളപറിച്ചവർ, ഞാറ് നട്ടവർ, വിതച്ചവർ, ഞാറ്റുപാട്ടുകൾ,
കൊറ്റികൾ, പാടം, പുഞ്ച, ഇങ്ങനെ നീളുന്ന ഓർമ്മകളുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആളാണ് പറഞ്ഞത് ഓർമ്മകളുണ്ടാവണമെന്ന്. ഓർമ്മിക്കുവാൻ മറക്കരുത്. അതെ, ഒന്നും മറക്കരുത്, എല്ലാം ഓർമ്മിക്കണം. കടന്നു വന്ന വഴികൾ, കൈപിടിച്ചു നടത്തിയ കരങ്ങൾ, കരുതലായി കാവലായി കൂടെ നടന്നവർ, കാലത്തിൻ്റെ കുത്തൊഴുക്കിലും കലഹങ്ങളിലും കൂടെ നിന്നവർ, വീട്ടി തീർക്കാനാവാത്ത കടങ്ങൾ, കടപ്പാടുകൾ എല്ലാം ഓർമ്മിക്കണം. അവസാന അത്താഴ വേളയിൽ, പെസഹായിൽ ക്രിസ്തു പറയുന്നതും അതുതന്നെയാണ്. നിങ്ങൾ ഓർമ്മിക്കണം. ഇനിയൊരർപ്പണമുണ്ടാകുമ്പോൾ ഇതെൻ്റെ ശരീരമെന്നും ഇതെൻ്റെ രക്തമെന്നും നിങ്ങൾ ഓർക്കണം. ആ ഓർമ്മയിലാണ് നമ്മുടെ ജീവിതം കൂടുതൽ ധന്യമാകുന്നത്, ക്രിസ്തു വിശ്വാസത്തിൽ കേന്ദ്രീകൃതമാകുന്നത്. സ്നേഹം മുറിവാണ്. എനിക്ക് മനസ്സിലായില്ല. അല്പം കൂടി അടുത്തു വന്നപ്പോൾ ഞാൻ കണ്ടു, ഒരു മുൾമുടിയാണ് അതിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. വാരിയെല്ലിൻ്റെ കൂട്ടിൽ മറ്റെന്തിനേക്കാളും സുരക്ഷിതമായി സംരക്ഷിക്കേണ്ട ഒന്ന് മുൾമുടി കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നത് എന്ന് പര്യാകുലനാക്കി. അവിടെ നിന്നാണ് ഹൃദയമുള്ളവരെ, സ്നേഹമുള്ളവരെയൊക്കെ ഇതുപോലൊരു മുൾച്ചക്രം പൊതിഞ്ഞു നിൽപ്പുണ്ടായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞത്. ചാച്ചൻ, അമ്മ, സഹോദരങ്ങൾ, അധ്യാപകർ, സുഹൃത്തുക്കൾ, സ്നേഹിച്ചവരുടെ ഹൃദയങ്ങൾ ഓരോന്നായി മുൾമുനയേറ്റ് എനിക്ക് ചുറ്റും നിന്ന് സ്പന്ദിക്കുന്നു. വാവിട്ട് നിലവിളിക്കാൻ എനിക്ക് തോന്നി. തുടിക്കുന്ന ഹൃദയം തുടയ്ക്കാത്ത കണ്ണീരല്ലല്ലോ. തിരുഹൃദയത്തിൻ്റെ കരുണാർദ്ര സ്മരണകൾക്ക് മുമ്പിൽ മനസ്സ് ജീവിത പ്രതിഷ്ഠ നടത്തുമ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് ഉരുവെടുത്ത ദയാസരിത്തിൻ്റെ ഇണപിരിയാത്ത ജലനിർദ്ധരി തിരിച്ചറിവുകളുടെ വീണ്ടുവിചാരത്തിൻ്റെ ഏതൊക്കെയോ മാമുദീസ തൊട്ടികളിൽ ജ്ഞാനസ്നാനവും ഹൃദയം വിളമ്പുന്ന ഊട്ടുമേശകളിൽ വിരുന്നുമായി എന്നെ പൊതിഞ്ഞു പിടിക്കുന്നു, മുറിവേറ്റിട്ടും മുറിവേൽപ്പിക്കാതെ. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാം വചനമുണ്ട്. പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. മുറിവേറ്റിട്ടും മുറിവേൽപ്പിക്കാതെ അവൻ സ്നേഹിക്കുകയാണ്. ജീവിതത്തിലുടനീളം അവൻ കരുതി വച്ചതും കാത്തുവയ്ക്കുന്നതും നമ്മെ പഠിപ്പിക്കുന്നതുമെല്ലാം അതുതന്നെയാണ്. മുറിവേറ്റാലും നീ മുറിവേൽപ്പിക്കരുത്. കാലുകഴുകൽ ഒരാചാരമല്ല, ആത്മീയ ശൈലിയാണ്. വിശുദ്ധ മാമോദീസായിലൂടെ ശിരസിൽ തളിക്കപ്പെടുന്ന ജലം ക്രൈസ്തവ ജീവിതത്തിൻ്റെ സകല തലങ്ങളിലൂടെയും ഒഴുകിയിറങ്ങി പാദക്ഷാളനത്തിൽ എത്തിച്ചേരുമ്പോഴാണ് ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് നാം യോഗ്യരാകുന്നത്. ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ എത്തി നിൽക്കേണ്ട ദിവ്യക്ഷാളനം, മാമോദീസായിലെ ജലസ്നാനം, പാദക്ഷാളനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും അഗ്നിസ്നാനത്തിലെത്തുമ്പോഴാണ് ക്രൈസ്തവ ജീവിതം സാക്ഷാത്കരിക്കപ്പെടുന്നത്. ക്രൂശിച്ച കരങ്ങളിലേക്കും നോവിച്ച നാവിലേക്കും സ്നേഹം ഒട്ടിപ്പിടിച്ചപ്പോൾ പാദങ്ങളിൽ നനവറിയാൻ നിനക്കായോ? അനുഭവിച്ച പെസഹ അനുവർത്തിക്കണമെങ്കിൽ കോപിച്ച മാനസത്തിലും ദ്രോഹിച്ച ജീവിതത്തിലും ഒരപ്പക്കഷ്ണത്തിൻ്റെ സംതൃപ്തി നീ അനുഭവിക്കണം. ഓർമ്മയാകാനല്ല, നിന്നിലാഴമായി ഓളമായി ഒഴുകാൻ ഒരു നേരമല്ല, ഒരായുസ് മുഴുവൻ. ഇത് ചെഞ്ചേരിച്ചൻ്റെ തന്നെ കവിതയാണ്. ഓർമ്മയാകാനല്ല, നിന്നിലാഴമായി ഓളമായി ഒഴുകാൻ ഒരു നേരമല്ല, ഒരായുസ് മുഴുവൻ. ഓരോ പെസഹായും ഒരു ജീവിതചര്യയായി പരിണമിക്കട്ടെ. പാദം കഴുകാനും പ്രാണൻ പകരാനുമുള്ള ധർമ്മനിയോഗത്തിൽ കർമ്മനിരതനാകാൻ നിനക്ക് സാധിക്കട്ടെ. അയനം എന്ന ഈ പുസ്തകത്തിലെ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട അധ്യായമാണ് അത്രമേൽ സ്നേഹിക്കയാൽ. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 3:16. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. കരങ്ങളാൽ മെനഞ്ഞ് കൈവെള്ളയിൽ പേരെഴുതി, കരങ്ങളാൽ നയിച്ച്, കരങ്ങളിൽ അപ്പമെടുത്ത് ആശീർവദിച്ച്, കരങ്ങളിൽ ഉയർത്തി, കരങ്ങൾ വിരിച്ച് മരിച്ചു നിൽക്കുന്ന സ്നേഹപാഠങ്ങളാണ് ദുഃഖവെള്ളി നമുക്ക് നൽകുന്നത്.
ദൈവമേ, ഇത്രയും വേണമായിരുന്നോ എന്ന ചോദ്യത്തിന് അത്രമേൽ സ്നേഹിക്കയാൽ എന്ന ഉത്തരം നൽകിക്കൊണ്ട് മാനവരാശിയുടെ മോചനദ്രവ്യമായി കുരിശിൽ കരളും കരചരണങ്ങളും ഹോമിച്ച ക്രിസ്തുനാഥൻ്റെ പാടുപീഡകളുടെ തിരിമുറിപ്പാടുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ച് ഉറപ്പിക്കണമേയെന്ന് ശ്വാസമടക്കി താണുകേണു പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തിൻ്റെ സ്നാന നിമിഷങ്ങളാണ് ദുഃഖവെള്ളി. കുരിശിൻ്റെ കടക്കിലെ ഈ ധ്യാനം തുടങ്ങേണ്ടത് വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഹൃദയ വികാരങ്ങളിലാണ്. അവൻ കുരിശിൽ കരങ്ങൾ വിരിച്ചു പിടിച്ചത് പാപിയായ എന്നെ ആശ്ലേഷിക്കാനാണ്. അവൻ ശിരസ്സു നമിച്ചത് പാപിയായ എന്നെ ചുംബിക്കാനാണ്. അവൻ്റെ ഹൃദയം തുറന്നത് പാപിയായ എനിക്ക് അഭയം നൽകാനാണ്. ചങ്കിലെ ചോര കൊണ്ട് പ്രാണനിലെഴുതിയ നേരിൻ്റെ തിരിച്ചറിവുകളാണിത്. ചങ്കിലെ ചോര കൊണ്ട് പ്രാണനിലെഴുതിയ നേരിൻ്റെ പേരാണ് സ്നേഹം. തിരിച്ചറിവുകളാണ് ഇന്നിൻ്റെ ആവശ്യം. തിരിച്ചറിവുകൾ നഷ്ടപ്പെടുന്നതിനാലാണ് നമ്മിൽ പലരും വെറുതെ കുത്തിയിരുന്ന് ചത്തുപോകുന്നത്. വെറുതെ ചാകാനല്ല ക്രിസ്ത്യാനിയുടെ വിളി. ക്രിസ്തുവിനെ പോലെ സ്തോത്രഗീതം ആലപിച്ച് ഒലിവുമലയുടെ മരണാതീരം ചേർന്ന് ഇഞ്ചിഞ്ചായി മരിക്കാനാണ്. ഇത് വെറും വാക്കല്ല, ആഴിയാണ്, അഗ്നിയാണ്, ആത്മാവാണ്, തിരികെ വേണ്ടൊന്നും ഈ തിരിച്ചറിവുകളല്ലാതെ ഇത് നിനക്കായി. ഇത് വെറും വാക്കല്ല, ആഴിയാണ്, അഗ്നിയാണ്, ആത്മാവാണ്, തിരികെ വേണ്ടൊന്നും ഈ തിരിച്ചറിവുകളല്ലാതെ. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് ഈശോ പറയുമ്പോൾ തിരിച്ചറിവുകളായി നമ്മുടെ ജീവിതത്തിൽ പരിണമിക്കേണ്ട വാക്കുകളാണത്. അതുകൊണ്ടാണ് അച്ഛൻ്റെ കവിതയിൽ അച്ഛൻ സൂചിപ്പിക്കുന്നത്, ഇത് വെറും വാക്കല്ല, ആഴിയാണ്, അഗ്നിയാണ്, തിരികെ വേണ്ടൊന്നും ഈ തിരിച്ചറിവുകളല്ലാതെ. അവൻ കുർബാനയാണ് എന്ന തിരിച്ചറിവല്ലാതെ മറ്റൊന്നും നമുക്ക് വേണ്ട. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവസാനം അദ്ദേഹം എഴുതി വച്ചിരിക്കുന്ന കവിതയുടെ ശകലങ്ങൾ ഇങ്ങനെയാണ്: തുന്നിച്ചു നോക്കുമീ നെഞ്ചകം ഒന്നുകൂടെ, എന്തെങ്കിലും ബാക്കിയുണ്ടെന്നുറയ്ക്കുക, ഉണ്ടെങ്കിൽ അതും നിനക്ക്, ഇല്ലെങ്കിൽ അതും നിനക്ക്. തുന്നിച്ചു നോക്കുമീ നെഞ്ചകം ഒന്നുകൂടെ, എന്തെങ്കിലും ബാക്കിയുണ്ടെന്നുറയ്ക്കുക, ഉണ്ടെങ്കിൽ അതും നിനക്ക്, ഇല്ലെങ്കിൽ അതും നിനക്ക്. ജീവിതത്തെ ഈ നോമ്പിൻ്റെ അവസാനം ഒന്ന് ആത്മപരിശോധന ചെയ്യാം. എന്തെങ്കിലും ജീവിതത്തിൽ ബാക്കിയുണ്ടെങ്കിൽ, നന്മകളായും സുഹൃതങ്ങളായും എന്തെങ്കിലുമൊക്കെ ശേഷിപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുണ്ടെങ്കിൽ അത് നിനക്കാണ്. ഇനി ഒന്നുമില്ലെങ്കിൽ അതും നിനക്കാണ്. ഈ ജീവിതം അങ്ങനെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ ഈ നോമ്പ് നമ്മെ സഹായിക്കട്ടെ. സന്മനസ്സുള്ളവർക്ക് സമാധാനവുമായി പിറന്ന, തന്നെ തേടി വന്നവരെയെല്ലാം സമാധാനത്തിൽ പറഞ്ഞയച്ച യേശു തൻ്റെ മരണശേഷം നമുക്ക് നൽകുന്ന ഏക ആശംസയും സമാധാനത്തിൻ്റേത് തന്നെയാണ്. സമാധാനത്തിൻ്റെ തിരുനാളാണ് ഈസ്റ്റർ. കിരീടത്തിൻ്റെ വില കുരിശാണെന്നും ഉയിർപ്പിൻ്റെ വില മരണമാണെന്നും ഈസ്റ്ററിന് കൊടുക്കേണ്ട വില ദുഃഖവെള്ളിയാണെന്നും തിരിച്ചറിഞ്ഞ് ത്യാഗനിർഭരമായ സമർപ്പണത്തിൻ്റെ ജീവിതത്തിലൂടെ മാത്രമേ ദൈവം സമ്മാനിക്കുന്ന അനശ്വര സമാധാനം നമുക്ക് പ്രാപിക്കാൻ സാധിക്കൂ. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അതിൻ്റെ എല്ലാ തരത്തിലുള്ള മൃതാനുഭവങ്ങളിൽ നിന്ന് മനുഷ്യനെ ഉത്ഥാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയുന്നവനാണ് ക്രിസ്തു. ഈ ഉത്ഥാനോത്സവം ജീവൻ്റെ ഉത്സവമാണ്. ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനും വന്നവൻ നമുക്ക് നൽകുന്ന ഈ സൗജന്യ ദാനം, ജീവൻ്റെ സമൃദ്ധി സകലർക്കും നൽകി ജീവൻ്റെ സാക്ഷികളായി നമുക്ക് മാറാം. അയനമെന്ന ഈ പുസ്തകം നമ്മെ കൊണ്ടെത്തിക്കുന്നതും ഈ ജീവൻ്റെ ഉത്സവത്തിലേക്കാണ്, ഉത്ഥാനോത്സവത്തിലേക്ക്. അയനമെന്ന ഈ പുസ്തകം അവസാനിക്കുന്നത് ഈശോയുടെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള സ്മരണകളിലാണ്. അത് ജീവൻ്റെ സ്മരണകളാണ്. എൻ്റെയും അപരൻ്റെയും ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഒരുപോലെ ശ്രമിക്കുമ്പോൾ മാത്രമാണ് ഈസ്റ്റർ അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ഈ ഉത്സവം പൂർണ്ണമാകുന്നത്. ക്രിസ്തു നൽകിയ സമാധാനം ജീവിതത്തിൽ പൂർണ്ണമാകുന്നത് അപ്പോഴാണ്. ജോയി ചെഞ്ചേരി അച്ഛൻ്റെ അയനമെന്ന ഈ പുസ്തകം എല്ലാ നോമ്പുകാലത്തും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്
നമ്മുടെ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും ഉപകരിക്കുന്ന വിധത്തിൽ അദ്ദേഹം മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിലെ എല്ലാ വരികളും ഒരു ധ്യാനം പോലെ, പ്രാർത്ഥന പോലെ ധന്യമാണ്. നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാവുന്ന മനോഹരമായ വരികളാണ് അയനമെന്ന ഈ പുസ്തകത്തിൽ അദ്ദേഹം കുറിച്ചിട്ടിരിക്കുന്നത്. ഈ പുസ്തകത്തിലുടനീളം ക്രിസ്തു കടന്നുപോയ വഴികളും നാം നടന്നു പോകേണ്ട വഴികളുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. നോമ്പിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അയനമെന്ന ഈ പുസ്തകവും നമുക്ക് ജീവിതത്തോട് ചേർത്ത് വയ്ക്കാം.